BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സ് പ്രവേശനത്തിന് LBS സെന്റർ വഴി അപേക്ഷ നൽകിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുക. നാലാമത്തെ ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റിന് മുന്നോടിയായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ട അവസാന തീയതി ഓഗസ്റ്റ് 26 വൈകുന്നേരം 4 മണിയാണ്. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ അലോട്ട്മെന്റ് വന്നു. അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ ഉണ്ടാവും, നഴ്സിംഗിന് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളും ഉണ്ടാവും. അപ്പോൾ നമുക്കറിയാം, മുൻ അലോട്ട്മെന്റുകളിലൊക്കെ നഴ്സിംഗ് മാത്രമായിരുന്നു വന്നത്. ഇപ്പം മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ കൂടി വന്നിട്ടുണ്ട്. അതായത് MLTയും BPTയും ഒപ്റ്റോമെട്രിയും അതുപോലെ ഡയാലിസിസ് ടെക്നോളജി, അങ്ങനെയുള്ള ഒരുപാട് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കോഴ്സുകളിൽ പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം. അതുപോലെ മുൻ അലോട്ട്മെന്റിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ മുൻപ് കൊടുത്ത എല്ലാ ഓപ്ഷനും പോയിട്ടുണ്ട്. നാലാമത്തെ അലോട്ട്മെന്റിൽ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യണം. അതുപോലെ നഴ്സിംഗിന് ഇതിനോടകം പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാവും. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഒരു കോഴ്സിൽ പ്രവേശനം നേടിക്കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അലോട്ട്മെന്റ് വരുന്ന സമയത്ത് അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയ സ്ഥാപനത്തിൽ നിന്നുള്ള NOC വേണമായിരുന്നു. പ്രാവശ്യം ഈ ഒരു ഘട്ടത്തിൽ NOC ആവശ്യമില്ല. അതുകൊണ്ട് നഴ്സിംഗിന് ഏതെങ്കിലും കോഴ്സിന് കിട്ടൂല എന്ന് പേടിച്ച് നഴ്സിംഗിന് കൊടുത്ത് നഴ്സിംഗിന് കിട്ടി, ഇനി മറ്റേതെങ്കിലും കോഴ്സിലേക്ക് പ്രവേശനം മാറ്റി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാം. ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിൽ പ്രവേശനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കോഴ്സിലേക്ക് മാറാനും പറ്റും. നാലാമത്തെ, സ്പെഷ്യൽ ഓൺലൈൻ അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന നഴ്സിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗിന് കൊടുക്കാം. ഇനി മറ്റുള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സിന് പ്രവേശനം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആ കോഴ്സ് ഓപ്ഷനിൽ ഉൾപ്പെടുത്താം. ഇനി നഴ്സിംഗും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളും ഇതിൽ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനും ഇടകലർത്തി കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എല്ലാ നഴ്സിംഗ് കോഴ്സുകളും അതുപോലെ തന്നെ എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകളും ഇപ്പോൾ ഓപ്ഷനായിട്ട് ചേർക്കാൻ സാധിക്കുന്നതാണ്. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളും സ്ഥാപനങ്ങളും മുൻഗണനാക്രമത്തിൽ വരുന്ന രീതിയിൽ തന്നെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചാൽ നിങ്ങൾ പ്രവേശനം നേടുന്ന കോഴ്സുകളും സ്ഥാപനങ്ങളും മാത്രം ഓപ്ഷനിൽ ഉൾപ്പെടുത്തുക. ഓഗസ്റ്റ് 26 വൈകുന്നേരം 4 മണി വരെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഓഗസ്റ്റ് 27 തന്നെ അലോട്ട്മെന്റ് വരും. അപ്പോൾ വീണ്ടും പുതിയൊരു വിഷയമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.